Hi friends, in this class we study about active power filter. So what is the need of active power filter? So the need is, in a modern power system, the increasing of loads and nonlinear equipments have been demanding the compensation of disturbance caused by them. So we know that the nonlinear loads will cause mainly disturbances, and that is, it will inject the harmonic current to the source. So in order to overcome that, we need to have a filter, active power filter. So now we see how the active power filter will do this one. These nonlinear loads may cause poor power factor. So I told you this nonlinear loads mainly causes the poor power factor and high degree of harmonics, and that active power filter can solve the problems of harmonics and reactive power simultaneously. So it can solve two problems, that is, it can solve the harmonic problems and reactive power problems simultaneously. The active power filter have the ability to adjust. See, you just see this one word, active power filter have the ability to adjust the amplitude of synthesized AC voltage of the inverter by means of pulse width modulation or by control of DC link voltage, thus drawing either leading or lagging power factor from the supply. So that is, for example, if you are having a three-phase inverter, so I told you in a three-phase inverter, it will be the most common harmonics are fifth and seventh harmonics. ഓക്കെ, അതായത് ഫിഫ്ത്തും സെവൻത്ത് ഹാർമോണിക്സ് ആണ് ത്രീ ഫേസ് ഇൻവെർട്ടർ കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് 3 × 2 പ്ലസ് ഓർ മൈനസ് 1. സോ 3 × 2 is 6, 6 plus or minus 1. So 6 plus 1 is 7, 6 minus 1 is 5. So fifth and seventh harmonics ആണ് കൂടുതലായിട്ടും ത്രീ ഫേസ് ഇൻവെർട്ടറിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഇങ്ങനെ ത്രീ ഫേസ് ഇൻവെർട്ടറിൽ ഫിഫ്ത്തും സെവൻത്ത് ഹാർമോണിക്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആക്റ്റീവ് പവർ ഫിൽട്ടർ എന്താണ് നിങ്ങൾ കൂടെ ചെയ്യുക? സോ ഇറ്റ് വിൽ ability to adjust the amplitude of synthesized AC voltage of the inverter. സോ ആ ഇൻവെർട്ടറിൻ്റെ സിന്തസൈസ്ഡ് ആയിട്ടുള്ള AC വോൾട്ടേജ് എന്താ? ഫിഫ്ത്ത് ഹാർമോണിക്സും സെവൻത്ത് ഹാർമോണിക്സും ആണ്. സോ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഓർ ബൈ കൺട്രോൾ ഓഫ് DC ലിങ്ക് വോൾട്ടേജ്. സോ DC ലിങ്ക് വോൾട്ടേജ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ത്രൂ അതെന്ത് ചെയ്തു? അത് ഒരു വോൾട്ടേജ് അത് ക്രിയേറ്റ് ചെയ്യും. ഫിഫ്ത്ത് ഹാർമോണിക്സ് അതും ക്രിയേറ്റ് ചെയ്യും. ബട്ട് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇൻവെർട്ടർ ക്രിയേറ്റ് ചെയ്ത ഹാർമോണിക്സിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് 180 ഡിഗ്രി ഫേസ് ഔട്ട് ആയിരിക്കും. സോ അങ്ങനെ, അതായത് അത് ഒന്നില്ലെങ്കിൽ അത് ലീഡിങ് കറൻറ്റ് ഡ്രോ ചെയ്യും, അതോ ഓർ ഐദർ ഡ്രോയിങ് ദി ലീഡിങ് കറൻറ്റ് ഓർ ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ദി സപ്ലൈ. സോ ഷണ്ട് ആക്റ്റീവ് power filters allow compensation of current harmonics and unbalance. സോ ഇത് രണ്ടുണ്ട്. ഒന്ന് ഷണ്ട് ഹാർമോണിക് ഫിൽറ്റേഴ്സ് ഉണ്ട്, പിന്നെ സീരീസ് ഹാർമോണിക് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഷണ്ട് ഹാർമോണിക് ഫിൽറ്റേഴ്സ് വെച്ചാൽ അത് കറണ്ട് ഹാർമോണിക് ഫിൽറ്റർ എന്ന് പറയാം. സീരീസ് ഹാർമോണിക് ഫിൽറ്റർ പറഞ്ഞാൽ അത് വോൾട്ടേജ് ഹാർമോണിക് ഫിൽറ്റേഴ്സും പറയാം. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണ്, ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഫിൽറ്റർ. സോ ഈ ഒരു ഡിഫറൻസ് നമുക്കൊന്ന് നോക്കിയേക്കാം. സോ ആക്റ്റീവ് ഫിൽറ്റർ, പാസീവ് ഫിൽറ്റർ പറഞ്ഞാൽ ഇത് ചീപ്പാണ്, ഈസിയാണ് ഡിസൈന്, റിലയബിളാണ്, ഹൈ എഫിഷ്യൻസിയാണ്. ബട്ട് അത് റെസണൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ട്യൂണിങ് ഫോർ ഫിക്സ്ഡ് ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിന് മാത്രമേ നമുക്കത് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റൂ. പിന്നെ ഫിക്സ്ഡ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ, ഒരു പർട്ടിക്കുലർ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. ഫോർ എക്സാമ്പിൾ, സഡനായിട്ട് ഒരു കപ്പാസിറ്ററിന് 100 MVAR വേണ്ടി വന്നിട്ടുണ്ടാവും. സഡനായിട്ട് ഒരു ഇൻഡക്ഷൻ മോട്ടർ നിങ്ങളവിടെ ഓപ്പറേറ്റ് ചെയ്തു, അവിടെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് 120 MVAR ആണ് ഒരു മണിക്കൂറേക്ക്. അപ്പോൾ നിങ്ങൾക്ക് സഡനായിട്ട് പാസീവ് ഫിൽറ്റർ കൊണ്ട് ആ ഒരു സഡനായിട്ട് വേണ്ടി വരുന്ന ഒരു റിയാക്റ്റീവ് പവർ ഡിമാൻഡ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതാണിത് ഫിക്സ്ഡ് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പറയുന്നത്. ആൻഡ് പിന്നെ അതിൻ്റെ സൈസ് വളരെ ലാർജ് ആയിരിക്കും, അതായത് കപ്പാസിറ്ററിൻ്റെ ഒക്കെ സൈസ് നോക്കുമ്പോഴത്തേക്ക് അത് വളരെ ലാർജ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് നോക്കുമ്പോൾ, ആക്റ്റീവ് ഫിൽറ്റേഴ്സിൻ്റെ റെസണൻസ് പ്രോബ്ലം ഒന്നുമില്ല ആൻഡ് ക്യാൻ എലിമിനേറ്റ് എനി ഹാർമോണിക്സ്, ഏത് ഹാർമോണിക്സിനും അതിന് എലിമിനേറ്റ് ചെയ്യാൻ അതിനെക്കൊണ്ട് സാധിക്കും. ആൻഡ് വോൾട്ടേജ് റെഗുലേഷനും ഇത് സാധിക്കും. റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ഇതിലുണ്ട്. ആൻഡ് റിലയബിൾ ഓപ്പറേഷനാണ്, അതായത് പെട്ടെന്ന് അത് ഓഫായി പോവില്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അത് കോമ്പൻസേഷൻ സപ്ലൈ ചെയ്യാൻ പറ്റും.
പറ്റും. ബട്ട് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അത് എക്സ്പെൻസീവാണ്, കോംപ്ലക്സ് കൺട്രോൾ സിസ്റ്റമാണ്. അത് അതിന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് പല പല സ്വിച്ചിങ് ഓപ്പറേഷൻസൊക്കെ ഇത് വേണ്ടി വരും. So now we see the active filters. Active filters are simply power electronic converters specifically designed to inject harmonic currents to the system. സോ ഹാർമോണിക് കറണ്ട് എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഹാർമോണിക് കറണ്ട് ഉണ്ടാവും. ഇൻവെർട്ടർ ഡ്രോ ചെയ്യുന്ന ഹാർമോണിക് കറണ്ടിൻ്റെ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അതാണ് ഇതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആക്റ്റീവ് പവർ ഫിൽട്ടേഴ്സ് കേപ്പബിലിറ്റി എലിമിനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാർമോണിക്സ്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി. അതായത് വോൾട്ടേജ് ഹാർമോണിക്സും കറണ്ട് ഹാർമോണിക്സും അത് എലിമിനേറ്റ് ചെയ്യും. പിന്നെ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ, ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ. പിന്നെ റെഗുലേറ്റിംഗ് ടെർമിനൽ വോൾട്ടേജ്. സോ ടെർമിനൽ വോൾട്ടേജ് പറഞ്ഞാൽ എന്താണ്, അതായത് സെൻഡിങ് വോൾട്ടേജ് ഒരു 220 വോൾട്ടേജ് ആണെങ്കിൽ റിസീവിങ് വോൾട്ടേജും ആൾമോസ്റ്റ് 220 219 വോൾട്ടേജിലേക്ക് അത് എത്തിക്കും. അതായത് സെൻഡിങ് വോൾട്ടേജ് എത്ര ആണോ അത്ര തന്നെ റിസീവിങ് ആൻഡ് വോൾട്ടേജ് അത് റെഗുലേറ്റ് ചെയ്യും. സോ അത് വോൾട്ടേജ് സാഗോ വോൾട്ടേജ് സ്വെല്ലോ അവിടെ ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് വൺ, കോമ്പൻസേറ്റിംഗ് ദി വോൾട്ടേജ് ഫ്ലിക്കറിങ്, അതായത് അൺയൂഷ്വൽ ഡിപ്സ് ഇൻ ദി വോൾട്ടേജ്, അത് എന്ത് ചെയ്തും കോമ്പൻസേറ്റ് ചെയ്യാൻ ഇതെക്കൊണ്ട് സാധിക്കും. സോ ആക്റ്റീവ് ഫിൽട്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റീസ് ആണ് ഇത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാർമോണിക്സിന് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാർമോണിക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ഇതിനെ കൊണ്ട് സാധിക്കും. റെഗുലേറ്റിംഗ് ടെർമിനൽ വോൾട്ടേജ്, അതായത് സെൻഡിങ് ആൻഡ് വോൾട്ടേജും റിസീവിംഗ് ആൻഡ് വോൾട്ടേജിൻ്റെ ടെർമിനൽ വോൾട്ടേജ് സെയിം ആക്കി വെക്കും. Okay, now we see active power filter in detail. So you can see that the IF. So ഇവിടെ ഒരു സെൻഡിങ് ആൻഡ് വോൾട്ടേജ് നമുക്ക് IS എന്ന് പറയാം. ലോഡ് കറണ്ട് നിങ്ങൾക്ക് നോക്കാം, ലോഡ് കറണ്ടിൽ ആ ഒരു സെൻഡിങ് ആൻഡ് തന്നെ ലോഡ് കറണ്ടിലും ഇല്ല, അത് ചെറുതായിട്ടൊരു ഹാർമോണിക്സ് അവിടെ ഇട്ടായിട്ടുണ്ട്. പിന്നെ ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ പറഞ്ഞാൽ ഫിൽട്ടർ കറണ്ട്. സോ ഈ ഫിൽട്ടർ കറണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫിൽട്ടർ കറണ്ട് അവിടെ ഇഞ്ചക്ട് ചെയ്തിട്ട് പിന്നെ ഈ ലോഡ് കറണ്ടിനെ മെയിൻസിൽ പോലെ ആക്കും. So the main aim of shunt active power filter is to reduce the harmonics induced in the load and harmonics to be induced on the source. അതായത് ലോഡിൽ ഉണ്ടായ ആ ഹാർമോണിക്സ് സോഴ്സിനെ ബാധിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അപ്പം ഇതിൽ ഈ ലോഡ്സിൽ ഉണ്ടായ ആ ഒരു ഹാർമോണിക്സ് സോഴ്സിനെ അത് ബാധിക്കാതെ നോക്കുക. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ഈസ് വോൾട്ടേജ് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ. സോ എന്താണ് വോൾട്ടേജ് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ? വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് പവർ ഫിൽട്ടർ ക്രിയേറ്റ്സ് AC വോൾട്ടേജ് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടെർമിനൽ. സോ ഈ ഒരു ഔട്ട്പുട്ട് ടെർമിനലിൽ AC വോൾട്ടേജ് അതുണ്ടാക്കും. വോൾട്ടേജ് സോഴ്സ്ഡ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് യൂസ് വോൾട്ടേജ് സിങ്ക് ഫോർ DC link. It use voltage sink for DC link and output filter should be an inductor. സോ ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടാവും. ഈ കപ്പാസിറ്റർ ഒരു ഇതൊരു ഫിൽറ്ററാണ്. സോ ഈ ഫിൽറ്ററിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഇൻഡക്ടർ ഉണ്ടാവും. സോ ഇവിടെ നോക്കാം, ഇത് ഒരു കപ്പാസിറ്ററാണ്. സോ ഇതൊരു ഫിൽറ്ററാണ്. സോ ഈ ഫിൽറ്ററിൽ LF ആണ് ഇൻഡക്ടർ. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. സോ കപ്പാസിറ്റർ CF ആണ് ഇതിൻ്റെ ഇൻപുട്ട്. സോ ഇതെന്താ ചെയ്യുക വെച്ചാൽ ഇത് ഒരു DC വോൾട്ടേജ് ഇവിടെ ഉണ്ടാക്കും. സോ വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് ഫിൽട്ടർ ക്രിയേറ്റ്സ് AC വോൾട്ടേജ് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടെർമിനൽ. സോ AC വോൾട്ടേജ് ഇതിൽ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് ഔട്ട്പുട്ട് ടെർമിനലിൽ ഒരു ഇൻഡക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. So this is the diagram. So similarly, next one is current sourced active power filter. Current sourced active power filter creates AC current at its output terminal. So AC current എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, ഇവിടെ ഈ കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ പറയുമ്പോൾ ഇതിന് ഇൻഡക്ടർ ആദ്യം ഉണ്ടാവും, പിന്നെ കപ്പാസിറ്റർ വരും. സോ ഇതിന് നമ്മൾ കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ പറയുകയാണെങ്കിൽ നമുക്ക് ഷണ്ട് ഫിൽട്ടേഴ്സിന് കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ എന്ന് പറയാം. വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് പവർ ഫിൽട്ടർ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പം സീരീസ് ആക്റ്റീവ് ഫിൽട്ടറാണ്. ഓക്കെ, സോ കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽട്ടർ യൂസസ് DC inductor for DC. It uses inductor for DC link. So it is voltage source capacitor for DC link. Capacitor ആണ് അതിനെ DC ലിങ്കിന് ഉപയോഗിക്കുക. ഇത് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. ബട്ട് ഇത്
കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് പവർ ഫിൽറ്റേഴ്സ് അത് ഉപയോഗിക്കുന്നത് എന്താണ് ഇൻഡക്ടേഴ്സാണ്. അതിനെ ഡി സി ലിങ്കിനായിട്ട് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റേഴ്സ്. സോ ഇത്രയാണ്. സോ 2 തരത്തിലെ ഫിൽറ്റർ ഉണ്ട്. കറണ്ട് സോഴ്സ്ഡ് ആക്റ്റീവ് ഫിൽറ്റർ ഉണ്ട്, പിന്നെ വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് ഫിൽറ്റർ ഉണ്ട്. സോ വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവ് ഫിൽറ്റർ പറയുകയാണെങ്കിൽ അതിന് സീരീസ് ഫിൽറ്റർ എന്നും പറയും. കറണ്ട് സോഴ്സ് ആക്റ്റീവ് ഫിൽറ്റർ നമ്മൾ ഷണ്ട് ഫിൽറ്റർ എന്നും പറയും, ഷണ്ട് ആക്റ്റീവ് ഫിൽറ്റർ എന്നും പറയും. ഓക്കെ, so now we see shunt filter, shunt active filter. It compensates current harmonics by injecting equal but opposite harmonic compensating current. So equal but opposite harmonic current. So filtering current ഉണ്ട് ഇവിടെ. സോ ഇതെന്താ വെച്ചാൽ ഈക്വൽ ആയിരിക്കും, അതായത് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, ബട്ട് അതിൻ്റെ ഫേസ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതിൻ്റെ? ഹാർമോണിക്സിൻ്റെ. സോ ഹാർമോണിക് എവിടെ ഉണ്ടാകുന്നത്? നോൺ ലീനിയർ ലോഡ്സിലുണ്ടാവും. സോ അതിന് എന്തിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം? നോൺ ലീനിയർ ഹാർമോണിക്സ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഴ്സിൻ്റെ പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്യും. സോ സോഴ്സിൻ്റെ പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന എല്ലാ ലോഡിനെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഫിൽറ്റർ കറക്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ആസ് എ കറണ്ട് സോഴ്സ് ഇൻജെക്ടിങ് ഹാർമോണിക് കോമ്പണൻറ്റ്സ് ജനറേറ്റഡ് ബൈ ദി ലോഡ് ബട്ട് phase shifted by 180 degree. Okay, so that is, it compensates current system distortion caused by non-linear loads. So കറണ്ട് കൊണ്ട് ഉണ്ടായ ഡിസ്റ്റോർഷനെ ഇത് കോമ്പൻസേറ്റ് ചെയ്യും. ദി ഹൈ ഇംപെഡൻസ് ഇമ്പോസ്ഡ് ബൈ ദി ആക്റ്റീവ് പവർ ഫിൽറ്റർ, സീരീസ് ആക്റ്റീവ് ഫിൽറ്റർ ഈസ് സോ വി ജസ്റ്റ് സീ ദ ഷണ്ട് ആക്റ്റീവ് ഫിൽറ്റർ ഹിയർ. ആൻഡ് so in detail we just see about the series active filter in the upcoming classes. Okay, so shunt active filters ഇത്രയേ ഉള്ളൂ. അത് ഒരു ഫിൽറ്റർ കറണ്ട് അത് ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഫേസിൽ അത് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിൻ്റെ ലോഡിന് ഉണ്ടായ ആ ഒരു ഹാർമോണിക്സിനെ അത് എലിമിനേറ്റ് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോഴ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ.